തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണൻ തനിക്ക് ആദ്യമായി പ്രണയം തോന്നിയ പെണ്ണിനോട് അത് അവതരിപ്പിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന റിജക്ഷൻ അയാളെന്ന ദുരഭിമാനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവിടെയൊന്നും അയാൾ പോയത് ബാറിലേക്കായിരുന്നു. ഈ ഒരു മൊമെന്റ് വരെ നമ്മൾ കണ്ട സിനിമ സ്ട്രെയിറ്റ് ആയിരുന്നു. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് ഈ സിനിമയ്ക്ക് രണ്ട് പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവുന്നു. അതിലാദ്യത്തേത് ജയകൃഷ്ണന്റെയും ക്ലാരയുടെയും ബന്ധവും അവരുടെ വേർപിരിയലും ശേഷം രാധയെ അയാൾ വിവാഹം കഴിക്കുന്നതുമാണ്. രണ്ടാമത്തെ പേഴ്സ്പെക്റ്റീവ് പറയുമ്പോൾ ഈ പടത്തിന്റെ മൂഡ് തന്നെ മാറി ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ പടമായി മാറുന്നു. കാരണം ഈ പേഴ്സ്പെക്റ്റീവിൽ ക്ലാര എന്നത് ജയകൃഷ്ണന്റെ വെറുമൊരു തോന്നൽ മാത്രമാണ്. അങ്ങനെ പറയാനുള്ള കാരണം ജയകൃഷ്ണൻ തങ്ങൾ പറഞ്ഞതുപോലെ ക്ലാരയ്ക്ക് കത്തെഴുതുന്ന മൊമെന്റിൽ അയാളുടെ മേശ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ ഒരു സിഗരറ്റ് പാക്കറ്റ് വെച്ചിട്ടുണ്ട്. വീട്ടിൽ മദ്യപാനവും പുകവലിയില്ലാതെ ടൗണിൽ പോകുമ്പോൾ മാത്രം ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ജയകൃഷ്ണൻ ആ ഒരു രാത്രി തന്റെ മേശമേൽ ആ സിഗരറ്റ് വെക്കാനുണ്ടായ കാരണം രാധയുടെ റിജക്ഷനാണ്. ആ റിജക്ഷൻ കാരണം അയാൾ ആ രാത്രി ടെൻഷൻ ഒഴിവാക്കാൻ സിഗരറ്റ് വലിക്കുന്നു. ഈ ഒരു മൊമെന്റിൽ തന്നെയാണ് അയാൾ ആ കത്തെഴുതുന്നതും. ആ കത്തെഴുതുന്ന മൊമെന്റിൽ അത് അയാൾ ക്ലാരയുടെ പേര് പറയുന്ന മൊമെന്റിൽ അയാൾക്ക് ക്ലാരയെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ സമയം തന്നെ മഴ പെയ്യുന്നുണ്ട്. മഴ ക്ലാരയാണെന്ന് അയാൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ആ ഒരു മൊമെന്റിൽ ഒരു വട്ടം പോലും കാണാത്ത ക്ലാരയെ അയാൾ ഇമാജിൻ ചെയ്യുന്നുണ്ട്. ക്ലാരയുടെ മുഖം ഇങ്ങനെ ആയിരിക്കണം, അവൾക്കൊരു പൊട്ടുണ്ടാവണം, അവളുടെ ചുണ്ടുകൾ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ആ ഇമാജിനേഷനിൽ നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. പിറ്റേ ദിവസം ജയകൃഷ്ണൻ ക്ലാരയെ കാണുന്ന മൊമെന്റിൽ അയാൾ എന്താണോ ഇമാജിൻ ചെയ്തത് അതുപോലെ തന്നെയായിരിക്കും ക്ലാര ഉണ്ടാവുന്നത്. ഈ ഒരു മൊമെന്റിലും വീണ്ടും മഴ പെയ്യുന്നുണ്ട്. ആ ഒരു മഴയിൽ അയാൾ ക്ലാരയെ വാരി പുണരുന്നുണ്ട്. അയാൾ അത്രയും നാളും കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന അയാളുടെ ബ്രഹ്മചര്യം ക്ലാരയ്ക്ക് വേണ്ടി അയാൾ ഒഴിവാക്കുന്നു. ശേഷം അവളുടെ കൂടെ ഒരുപാട് സമയം അയാൾ ചെലവഴിക്കുന്നു. രാധയുടെ റിജക്ഷൻ അയാൾ ഇല്ലാതാക്കുന്നത് ഈ ഒരു വഴിയിലൂടെയാണ്. പക്ഷേ അതിനുശേഷം ക്ലാര അയാളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകുന്നുണ്ട്. അവൾ എങ്ങോട്ട് പോകുന്നു, എവിടെയാണെന്നോ അറിയാത്ത രീതിയിൽ അവൾ മറയുന്നു. ആ ഒരു മൊമെന്റില് രാധ അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ശേഷമുള്ള ജീവിതം രാധയോടൊപ്പം ആയിരിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ക്ലാര വീണ്ടും മടങ്ങി വരുന്നു. ഇവിടെ മുതൽ ജയകൃഷ്ണന്റെ ഇല്യൂഷൻ അതിന്റെ പീക്ക് അവസ്ഥയിലെത്തുന്നു. രണ്ടാമതും ക്ലാരയുടെ വരവ് അയാൾ സൃഷ്ടിക്കുന്നത് മാത്രമാണ്. മഴയിലൂടെയാണ് അയാൾ അത് സാധ്യമാക്കി എടുക്കുന്നത്. കാരണം മഴ അയാൾക്ക് ക്ലാരയുടെ ഓർമ്മകൾ നൽകുന്നു. ആ മഴയത്ത് തൻ്റെ വീടിൻ്റെ മുമ്പിൽ ചാല് കീറുന്ന ജയകൃഷ്ണൻ ബോധപൂർവം തൻ്റെ അടുത്ത് നിന്ന ജോലിക്കാരനെ അങ്ങോട്ട് മാറ്റുന്നു. ശേഷം അയാൾ പോകുമ്പോഴാണ് പോസ്റ്റ്മാൻ അവിടേക്ക് കടന്നു വരുന്നത്. പോസ്റ്റ്മാൻ അയാൾക്ക് കത്ത് കൊടുക്കുന്നു. ആ ഒരു മൊമെന്റിലും ആ കത്ത് വായിച്ചതിന് ശേഷം അയാൾ ക്ലാരയെ അവിടെ വെച്ച് തന്നെ ഒരു കൊടയും ചൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അയാളുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ ഇല്യൂഷൻ അവിടെ നിന്ന് ആരംഭിക്കുന്നു. ഈ ഒരു മൊമെൻ്റൊക്കെ സംഭവിക്കാനുള്ള പ്രധാന കാരണം ആ മഴയാണ്. മഴ അയാൾക്ക് ക്ലാരയാണ്. അതുകൊണ്ട് തന്നെ അയാളിൽ അവളുടെ ഓർമ്മകൾ ഉണ്ടാവുന്നു. ശേഷം അയാൾ പോസ്റ്റ്മാൻ കത്തുമായി വരുന്നത് സങ്കല്പിക്കുകയും ആ കത്ത് ക്ലാരയുടെ ആണെന്ന് അയാൾ ബോധപൂർവം ചിന്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതെല്ലാം അയാളുടെ വെറും ഇല്യൂഷൻ മാത്രമാണ്. രണ്ടാമതും ക്ലാര വരുന്നു അയാളുടെ ഇമാജിനേഷനിലൂടെ മാത്രം. ശേഷം അവൾക്ക് താമസിക്കാൻ വീട് വേണം. ജയകൃഷ്ണൻ തങ്ങളുടെ വീട് വാങ്ങുന്നു. ഈ ഒരു അവസ്ഥയിൽ ക്ലാരയെ ആരും കാണുന്നില്ല എന്ന് മാത്രമല്ല, തങ്ങൾ അവൾ എവിടെയും ചോദിക്കുമ്പോൾ താഴെ കാറിലുണ്ട്, തങ്ങളെ കാണാതെ കഴിക്കണമെന്നാണ് അവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞ് ജയകൃഷ്ണൻ തങ്ങളെയും ആ സീനിൽ നിന്ന് ഒഴിവാക്കുന്നു. ചുരുക്കി പറയാം, ജയകൃഷ്ണൻ അല്ലാണ്ട് മറ്റൊരാളും ക്ലാരയെ രണ്ടാമത്തെ വരവിൽ കാണുന്നില്ല, അവളോട് സംസാരിക്കുന്നില്ല. ഈ ഒരു മൊമെന്റ് തന്നെ വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ജയകൃഷ്ണന്റെ ഒരു ഇല്യൂഷൻ മാത്രമാണ് ക്ലാര. പക്ഷേ ഈ ഒരു വരവ് അയാൾ ആഗ്രഹിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാധയുമായി മറ്റു പലരുമായി അയാൾ ഈ വിഷയം സംസാരിച്ചപ്പോൾ അയാൾക്ക് ക്ലാരയെ ഒഴിവാക്കണം. പക്ഷേ അവൾ തൻ്റെ ഇമാജിനേഷനിൽ നിന്ന് പോകണമെങ്കിൽ അയാൾ തന്നെ വിചാരിക്കണം. അതിനുവേണ്ടി അവളെ വിളിച്ചു വരുത്തി അവളെ ഒഴിവാക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. എല്ലാം തൻ്റെ ഉപബോധ മനസ്സിലൂടെ അയാൾ നടത്തിയെടുക്കുകയാണ്. ശേഷം ക്ലാര പോകുന്ന മൊമെന്റിൽ ജയകൃഷ്ണന്റെ ഉപബോധ മനസ്സ് പറയുന്ന പോലെ ക്ലാര ഒരു കാര്യം പറയുന്നുണ്ട്. ജയകൃഷ്ണന്റെ കല്യാണം കഴിയുന്നതുവരെ മാത്രമേ നമ്മളിനി കാണൂ, അതിനുശേഷം നമ്മൾ കാണില്ല. ആ ഒരു സാധനം ജയകൃഷ്ണൻ തന്നെ സൃഷ്ടിച്ചെടുത്താണ്. അയാൾ സൃഷ്ടിച്ച ക്ലാര എന്ന ക്യാരക്ടറിലൂടെ അയാൾ അത് പറഞ്ഞതാണ്. കാരണം അവളെ ഒഴിവാക്കേണ്ടത് ജയകൃഷ്ണന്റെ അനിവാര്യതയായി മാറിക്കഴിഞ്ഞു. ഏകദേശം ജയകൃഷ്ണന്റെ കല്യാണത്തോട് അടുക്കുന്ന സമയം ജയകൃഷ്ണനും രാധയും തമ്മിൽ ക്ലാരയുടെ പേര് പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഈ ഒരു മൊമെന്റിൽ രാധ ഒരു കാര്യം പറയുന്നുണ്ട്. ഇനി അവള് ജയേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നാൽ രാധ ജയേട്ടന്റെ ജീവിതത്തിലേക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഇത് അയാളുടെ ഉപബോധ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലക്കുകയും വീണ്ടും ക്ലാരയെ അയാൾ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ മൊമെന്റിൽ അവളെ കണ്ടാൽ മാത്രമേ അവളെ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അവസാന വട്ടവും അവളെ കാണാൻ പോകുന്നുണ്ട്. ആ പോക്കില് അയാൾ സൃഷ്ടിച്ചെടുക്കുന്ന കഥാപാത്രമാണ് അവൾക്കൊരു ഭർത്താവും ഒരു കുഞ്ഞും. അങ്ങനെ ജയകൃഷ്ണൻ ക്ലാരയെ തൻ്റെ ഉപബോധ മനസ്സിൽ നിന്നും എന്നേക്കുമായി പറിച്ചു കളയുന്നു അവിടെ വെച്ച്. ശേഷം രാധയുമായി സുഖമായി ജീവിക്കുന്നു. ഇത് അധികം ആൾക്കാർക്ക് കണക്റ്റ് ആവാത്ത പേഴ്സ്പെക്റ്റീവാണ്. പക്ഷേ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് വെച്ച് നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കും. ഈ ഒരു പരിപാടി വെച്ച് നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ നമുക്ക് വരുന്നത് വേറൊരു വൈബായിരിക്കും. എനിവേ, എനിക്ക് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ഇതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഡബിൾ ലെയറൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കളിക്കാം. ഇറ്റ്സ് മീ പൾപ്പ് ഫിഷനിസ്റ്റ്. ഐ ലവ് സിനിമാസ്. അവിടെ സബ്സ്ക്രൈബ് ചെയ്തേക്കെ, പിന്നെ ഒരു ലൈക്കും.